بسم الله الرحمن الرحيم السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. فذكر بالقرآن من يخاف وعيد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ അതീവ രഹസ്യങ്ങൾക്ക് സാക്ഷിയായ, ഇഹലോകത്തും പരലോകത്തും നമ്മുടെ വിജയത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളെ നമുക്ക് കനിഞ്ഞരുളിയ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവും അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഅഹദു ഖലീഫത്ത് ഇബ്നു ഉബൈദ് ജാബിർ ലിതഹ്ഫീദിൽ ഖുർആനിൽ കരീം. വിശുദ്ധ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഇവിടെ സ്ഥാപിതമായ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്തരമൊരു എൻ്റെ നാട്ടിൽ നിന്ന് അല്പം വിദൂരമായ ഒരു നാട്ടിൽ ഒരു കല്യാണത്തിനു വേണ്ടിയല്ല, ഒരു വിനോദത്തിനു വേണ്ടിയല്ല, ഈ പ്രപഞ്ചനാഥൻ്റെ ദിവ്യസൂക്തങ്ങളെ ഈ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള, ഖുർആൻ പഠിപ്പിക്കുന്ന അത്യുത്തമമായ ഈ സംരംഭത്തിന്റെ ഭാഗമാകാൻ ഈ നാട്ടിലെത്താൻ സാധിച്ചു എന്നത് ഒരു സൗഭാഗ്യമായി, നാളെ പരലോകത്ത് ഭൂമിയും നാം കണ്ട സർവചരാചരങ്ങളും നമ്മുടെ നന്മകൾക്കും തിന്മകൾക്കും സാക്ഷി നിൽക്കുമ്പോൾ നിങ്ങളും ഈ മണ്ണും ഈ നന്മയ്ക്ക് എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും ഞാൻ ഈ സംസാരം ആരംഭിക്കുകയാണ്. ഒരല്പം നേരത്തെ ഇവിടെ എത്താൻ എനിക്കു സാധിച്ചു. ഇവിടേക്കുള്ള യാത്രയുടെ ദൂരം കണക്കുകൂട്ടുന്നിടത്ത് കുറച്ച് സമയം അധികം കണ്ട് ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി നേരത്തെ പുറപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അസർ നമസ്കാരത്തിന് മുമ്പ്
അവിചാരിതമായി വീണു കിട്ടിയ ഒരു 45 മിനിറ്റ് ഈ പ്രദേശത്ത് വിശാലമായി നീണ്ടു പരന്നു കിടക്കുന്ന കടലോരത്ത്, കടൽ തീരത്ത് ഏതാനും മിനിറ്റുകൾ കഴിച്ചു കൂട്ടാൻ അല്പസമയം മുമ്പ് എനിക്ക് അവസരം കിട്ടുകയുണ്ടായി. ആ കടലിനെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം. കടലു കണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാവർക്കും അതെ എന്ന ഉത്തരമാണുള്ളത്. LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു ബസ് വിളിച്ച അധ്യാപകന്മാർ ജീവിതത്തിൽ ആദ്യമായി കടൽ കാണിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നാലും, ജീവിതത്തിൽ എന്നു ചോദിച്ചാലും കടൽ കണ്ടോ എന്ന് ചോദിച്ചാൽ അവർ കടൽ കണ്ടെന്ന് പറയും. അവർ കണ്ടത് എന്ത് കടലാണ് സഹോദരങ്ങളെ? തിരമാലകൾ ഇരമ്പുന്ന, അറ്റമോ കരയോ കാണാത്ത ഒരു ജലപ്പരപ്പ്. അതുമാത്രമാണ് ആ കുഞ്ഞു കണ്ണുകൾ കണ്ട കടൽ. എന്നാൽ 60 കൊല്ലവും 70 കൊല്ലവും വഞ്ചിയുന്തി കടലിൽ ബോട്ടുകളിലും കപ്പലുകളിലും മത്സ്യബന്ധനത്തിന് പോയ ആളും കടൽ കണ്ടിട്ടുണ്ട്. അയാൾ കണ്ട കടല് മറ്റൊരു കടലാണ്. ഒട്ടനവധി മത്സ്യങ്ങളെയും ഒട്ടനവധി പ്രതിസന്ധികളെയും അപകടങ്ങളെയും കാറ്റുകളെയും കോളുകളെയും വഹിക്കുന്ന അപകടങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു സമുദ്രം. ആ കുട്ടിയുടെ മനസ്സിലുള്ള കടലിനോട് യാതൊരു സാമ്യതയും ആ മത്സ്യം പിടിക്കുന്നവന്റെ മനസ്സിലെ കടലിനില്ലെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിരിക്കും. എന്നാൽ കടലിൽ ഗവേഷണങ്ങൾ നടത്തുവാൻ വേണ്ടി കടലിന്റെ അഗാധതയിലേക്ക് അത്യാധുനികമായ മുങ്ങിക്കപ്പലുകളിലൂടെ ഇറങ്ങി കടലിലെ ഭീകരമായ മത്സ്യങ്ങളെയും കടലിന്റെ ഉള്ളിലെ അടിയൊഴുക്കുകളെയും കടലിന്റെ അഗാധതയിലെ കൂരിരുട്ടിനെയും കണ്ട ശാസ്ത്രജ്ഞനും കണ്ടത് കടലാണ്. അയാൾ കണ്ട കടലിന് ആ പിഞ്ചോമന പൈതൽ കണ്ട കടലിനോടോ മത്സ്യം പിടിക്കാൻ പോയവൻ കണ്ട കടലിനോടോ യാതൊരു സാമ്യതയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതേസമയം കരകാണാത്ത കടലിന്റെ മധ്യത്ത് വെച്ചുകൊണ്ട് കപ്പൽ ദുരന്തത്തിൽ അകപ്പെട്ടുകൊണ്ട് കടലിലേക്ക് വീണു പിടയുന്നവൻ കാണുന്ന ഒരു കടലുണ്ട്. ആ കടലിനും ഈ കടലുകളോടൊന്നും സാമ്യതയില്ല. ഇതുപോലെ സഹോദരങ്ങളെ, ഖുർആൻ പഠിച്ചോ എന്ന ഒരു ചോദ്യത്തിന് കേവലം ഖുർആനിന്റെ ബാഹ്യമായ പദങ്ങൾ മാത്രം പാരായണം ചെയ്യുന്നവന്റെ മറുപടി ഞാൻ ഖുർആൻ പഠിച്ചെന്നാണ്. ഏതോ നമസ്കാരത്തിൽ ഓതുന്ന 2, 3, 114 അധ്യായങ്ങളിൽ 2, 3, 4 സൂറത്തുകളുടെ അർത്ഥം മാത്രം, ഒരു കേട്ടുകേൾവി മാത്രമുള്ളവനും പറയുന്നു ഞാൻ ഖുർആൻ പഠിച്ചു എന്ന്. ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്തുന്നാസ് വരെ മനഃപ്പാടമാക്കി മധുര മനോഹരമായി പാരായണം ചെയ്യുന്നവനും പറയുന്നു ഞാൻ ഖുർആൻ പഠിച്ചു എന്ന്. വിശുദ്ധ ഖുർആനിലെ ഏതായത്തിനെ കുറിച്ച് ചോദിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്ന പോലെ നമുക്ക് വിശദീകരിച്ചു തരുന്ന ലോകം കണ്ട മഹോന്നതന്മാരായ പണ്ഡിതന്മാരും പറയുന്നു ഞങ്ങൾ ഖുർആൻ പഠിച്ചു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 23 കൊല്ലക്കാലം കൊണ്ട് പ്രവാചകന്റെ ജീവിതത്തെ നോക്കിക്കണ്ടുകൊണ്ട് ഖുർആൻ പഠിച്ച സ്വഹാബത്തും പറയുന്നു ഞങ്ങൾ ഖുർആൻ പഠിച്ചു എന്ന്. ഈ പഠനങ്ങൾ തമ്മിൽ വല്ല സാമ്യതയുമുണ്ടോ സഹോദരങ്ങളെ? എത്ര വ്യത്യസ്തമാണ് ഈ പഠനങ്ങളെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ പഠനമെന്നത് അവസാനിക്കാത്ത അനന്തമായ ഒരു പ്രയാണമാണ്, ഒരു യാത്രയാണ്. അത് കേവലം അറിവിന് വേണ്ടിയുള്ള ഒരു പഠനം മാത്രമല്ല, നമ്മളെ പിടിച്ചുകുലുക്കുന്ന വിശ്വാസത്തിന്റെയും അനുഭവത്തിന്റെയും അതിശക്തമായ ഒരു പ്രയാണമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പഠനം എന്ന് പറഞ്ഞാൽ. ആ പഠനം ഏതൊക്കെ രൂപത്തിലും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നുവോ അതൊക്കെ സഹോദരങ്ങളെ പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ അറിവുകളും നമുക്ക് സമ്മാനിക്കുന്നതാണ്. ഏതായിരുന്നാലും ഏറ്റവും ജീവിതത്തിൽ ഉത്തമനെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നവൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഒന്നുകിൽ ഖുർആൻ പഠിക്കുക, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുക. ഏതായിരുന്നാലും സഹോദരങ്ങളെ,
ഈ ശബ്ദം എന്നിൽ നിന്ന് നേരിട്ടു, അല്ലാതെയോ കേൾക്കുന്നവർക്കെല്ലാവർക്കും സന്തോഷിക്കാൻ ഒരു വകയുണ്ട്. ഈ ഖുർആൻ പഠിക്കേണ്ടതാണ്, അത് മനസ്സിലാക്കേണ്ടതാണ്, അതിനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ് എന്ന ഒരാഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ എന്നതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം ഭാഗ്യവാന്മാരും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അനുഗ്രഹത്തിന് അർഹരായവരുമാണ് എന്ന് നമുക്ക് സന്തോഷിക്കാം. വിശുദ്ധ ഖുർആനിന്റെ പഠനാനുഭവങ്ങളിലൂടെ, വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതിന്റെ അനിവാര്യതകളിലൂടെ ഒരനുഭവ യാത്രയാണ് ഒരല്പസമയം ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഒരു നല്ല കാഴ്ചകളെ കുറിച്ച് നല്ല അറിവുള്ള ഒരാൾ തന്റെ കൂടെ കാഴ്ച കാണാൻ കൗതുകമുള്ള ഒരു കൂട്ടം യാത്രാ സംഘവുമായി കൊണ്ട് ഒട്ടേറെ കൗതുക കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുന്ന പോലെ ഒരു യാത്രയാണ്, ഒരു പ്രയാണമാണ് ഖുർആനിലൂടെ എനിക്കും നിങ്ങൾക്കും നടത്തുവാനുള്ളത്. നമുക്ക് കാണുവാൻ സാധിക്കാത്ത നമ്മുടെ ഭാവനകൾക്ക് അതീതമായ ഒരു ലോകത്തേക്കാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ കണ്ണുകളെ തുറക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായത്തിന്റെ തുടക്കം വായിക്കുമ്പോൾ അറിയാം ഖുർആൻ നമ്മളോട് എന്തു പറയുന്നു എന്ന്. ഖാഫൽ ഖുർആനിൽ മജീദ് ബൽ അജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. ഖാഫൽ ഖുർആനിൽ മജീദ്, ശ്രേഷ്ഠമായ ഖുർആൻ തന്നെയാണ് സത്യം. ഖാഫൽ ഖുർആനിൽ മജീദ് ബൽ അജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. നാട്ടിലുള്ള മഹാകവികളിൽ നിന്നും സാഹിത്യകാരന്മാരിൽ നിന്നും കവിതകളും ഈരടികളും ചൊല്ലിക്കേട്ട മക്കത്തെ മുശ്രിക്കുകളായ ആളുകൾ വിശുദ്ധ ഖുർആനിനെ കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അത്ഭുതം തോന്നുകയാണ്, എങ്ങനെ ഇത് സാധിക്കും? ആകാശത്ത് നിന്നും അത്യുന്നതനായ നാഥന്റെ അടുക്കൽ നിന്നും വചനങ്ങൾ ലോകത്തിറങ്ങുകയോ, അവനൊരു താക്കീതുകാരനെ നിയോഗിക്കുകയോ, ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കാത്ത, ആലോചിക്കാത്ത, അവിടെ ബുദ്ധിയിൽ തോന്നാത്ത ചില ആശയങ്ങളുമായി ഒരു പ്രവാചകൻ അവതരിപ്പിക്കപ്പെടുകയോ, അത്ഭുതം തന്നെയാണ് ഇക്കാര്യം. ഹാദാ ശൈഉൻ അജീബ്, അത്ഭുതകരമായ ഒരു വർത്തമാനമാണിത്. വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ അവർക്ക് എന്താണ് സഹോദരങ്ങളെ അത്ഭുതകരമായി തോന്നിയത്? ഖുർആന്റെ വരികളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും അവരെന്താണ് ദർശിച്ചത്? പച്ചയായി അറബി ഭാഷ അറിയുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകളിൽ നിന്നും ഖുർആൻ ഓതി കേട്ടപ്പോൾ അതിന്റെ ആശയങ്ങളിൽ നിന്നും അവിടെ ഹൃദയത്തെ സ്പർശിച്ചത് എന്തായിരുന്നു? അത് ഈ ചോദ്യത്തിലുണ്ട്. അഇദാ മിത്നാ വകുന്നാ തുറാബാ ദാലിക റജ്ഉൻ ബഈദ്. അഇദാ മിത്നാ വകുന്നാ തുറാബാ, ഞങ്ങൾ മരിച്ച് മണ്ണായി തീർന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ബലിഷ്ഠങ്ങളായ അസ്ഥികളും മാംസങ്ങളും മണ്ണോട് ചേർന്ന് ദ്രവിച്ചു കഴിഞ്ഞാൽ, അഇദാ മിത്നാ വകുന്നാ തുറാബാ ദാലിക റജ്ഉൻ ബഈദ്, എന്നിട്ടു ഞങ്ങൾ മാംസത്തോടെ അസ്ഥിയോടെ ജീവനോട് കൂടെ ഞങ്ങൾ തിരിച്ചു വരുമെന്നാണോ ഈ ഖുർആൻ പറയുന്നത്? അത് ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമല്ല, അത് ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധ്യമല്ല. അത് അത്ഭുതകരമായ ഒരു വർത്തമാനമാണ്, ഞങ്ങളുടെ ബുദ്ധികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാർത്തയാണ്. സഹോദരങ്ങളെ, എന്താണ് ഖുർആൻ പറയുന്നത്? നാം മനസ്സിലാക്കേണ്ടതാണ്. ഖുർആൻ പച്ചയായി മനസ്സിലാകുന്ന അറബികൾ ചോദിച്ച ചോദ്യം, ഖുർആൻ കേട്ടപ്പോൾ അവർക്ക് നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ആശയം എന്തായാലും മരിച്ചിട്ടൊരു ജീവിതം ഉണ്ട് എന്നാണ്. മരിച്ചിട്ടൊരു ജീവിതമുണ്ട്, അതുകൊണ്ടാണ് അവർ ചോദിച്ചത് ഈ ഖുർആൻ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ലോകത്തിന്റെ ഒരു പ്രവാചകൻ, താക്കീതുകാരൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുമെന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? അഇദാ മിത്നാ വകുന്നാ തുറാബാ ദാലിക റജ്ഉൻ ബഈദ്, ഞങ്ങള് മരിച്ചിട്ട് പിന്നെ രണ്ടാമത് തിരിച്ചു വരികയോ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ശരിക്കും മനസ്സിരുത്തി പഠിക്കുന്നവനെ ഖുർആൻ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ ആശയം എന്താ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ജീവനോടുകൂടെ തിരിച്ചു വരുമെന്ന യാഥാർത്ഥ്യം, അത് ബോധ്യപ്പെടാൻ ഖുർആൻ അല്ലാതെ എന്താ സഹോദരങ്ങളെ വഴി? അത് ബോധ്യപ്പെടാൻ വിശുദ്ധ ഖുർആൻ അല്ലാതെ എന്താണ് ഒരു വഴി? നാം ചോദിക്കേണ്ട ചോദ്യമാണ്. 60, 70, 80 കൊല്ലമായി ഒരു പക്ഷേ മുസ്ലിം നാമധാരിയായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ?
ഞാൻ ആരെയും വിമർശിച്ചുകൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ചോദിക്കുന്ന ചോദ്യമല്ല. എനിക്കുറപ്പിച്ചു പറയാൻ പറ്റും, വിശുദ്ധ ഖുർആനിന്റെ ആത്മാവ് കാണാത്ത, വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത മനസ്സിലാക്കാത്ത, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ബുദ്ധിപൂർവം വിശകലനം ചെയ്യാത്ത ഒരാൾക്ക് യുഗാന്തരങ്ങളോളം മണ്ണിൽ ദ്രവിച്ചു കിടന്ന ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്നുണരുന്ന പോലെ ഈ മണ്ണിന്റെ ഭിത്തികളെ പൊളിച്ച് പുറത്തേക്ക് വരുമെന്ന് ബോധ്യപ്പെടാൻ വളരെ പ്രയാസമാണ് സഹോദരങ്ങൾ. അത് ഖുർആനെന്ന് മാത്രമേ ബോധ്യപ്പെടുള്ളൂ. അത് ഖുർആൻ ശരിക്ക് പഠിച്ചിട്ടില്ലാത്ത, ഒരു ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിച്ചിട്ടില്ലാത്ത, ഖുർആനിന്റെ ഒരായത്തെങ്കിലും ഹൃദയം തൊട്ട് വായിച്ചിട്ടില്ലാത്തവന് പരലോകത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കാണാത്ത ഒരു സ്വർഗത്തെ, കാണാത്ത ഒരു നരകത്തെ, കാണാത്ത ഒരു തിരിച്ചുവരവിനെ വിശ്വസിക്കാൻ ഖുർആൻ കൊണ്ടല്ലാതെ നമുക്ക് പറ്റില്ല. സഹോദരങ്ങളെ, ഇതൊരു പുതിയ ആശയമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ചരിത്രം നമുക്ക് നൽകുന്ന പ്രവാചകന്മാരുടെ അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഒട്ടനവധി സംഭവങ്ങളുണ്ട് ഖുർആനിൽ. സൂറത്തു ശുഅറ വായിച്ചു നോക്കൂ നിങ്ങൾ, സൂറത്തു ഖസസ് വായിച്ചു നോക്കൂ നിങ്ങൾ. അതിലൊക്കെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അമാനുഷിക ദൃഷ്ടാന്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളതൊന്നും മനസ്സിരുത്തി അർത്ഥവത്തായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. എന്താണ് സഹോദരങ്ങളെ, ഒരു രാജ്യത്തിന്റെ രാജാവ് മാത്രമല്ല, ഞാനാണ് ഈ സൃഷ്ടാവ്, നിങ്ങളുടെ ദൈവം എന്ന് അവകാശപ്പെടുന്ന ഫറോവ. ആ ഫറോവയാടാണ് മൂസാ നബി അലൈഹി സ്വലാം ഏറ്റുമുട്ടുന്നത്. എന്താ സഹോദരങ്ങളെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കലുള്ളത്? നാം ആലോചിക്കണം. മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ എന്തുണ്ട്? ഫറോവയ്ക്ക് തന്റെ കൽപ്പനകൾ നടപ്പിലാക്കാൻ പറ്റുന്ന ശക്തമായ സൈന്യമുണ്ട്. മൂസാ നബിക്കോ ഹാറൂൻ നബി അലൈഹിസ്സലാം മാത്രമാണ് കൂടെ ഒരു സഹായി. അത് ചോദിച്ചു വാങ്ങി കൊണ്ടുപോയതാണ് സഹോദരങ്ങൾ. ഒരു രാജ്യത്തിന്റെ അധികാരവും മുഴുവൻ ശക്തിയുമുണ്ട് ഫറോവയ്ക്ക്. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളർന്ന് ഒരു വളർത്തുപുത്രനായി ജീവിച്ച് അവസാനം ചെറിയൊരു കയ്യബദ്ധം പറ്റി തിരിച്ചു വന്നിരിക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാം കൊട്ടാരത്തിലേക്ക്. വന്ന് കേറുമ്പോൾ തന്നെ ആ വരവിനെ ചോദ്യം ചെയ്യുന്ന ചോദ്യമാണ്, ഫറോവ, നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ വലീദൻ ഒരു കുട്ടിയായി? എന്നിട്ട് നീ ഇപ്പോൾ എന്റെ അധികാരത്തെയും എന്റെ മഹത്വത്തെയും എന്റെ ദൈവികതയെയും ചോദ്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ എന്നാണ്. സഹോദരങ്ങളെ, ആ ശക്തനായ ഫറോവയുടെ ക്രൂരമായ നടപടിക്രമങ്ങളെ കുറിച്ച് അറിയാത്തവനല്ല മൂസാ നബി അലൈഹിസ്സലാം. പക്ഷേ മൂസാ നബിക്കുള്ള ധൈര്യം എന്താ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ധൈര്യം എന്താണ് സഹോദരങ്ങളെ? അള്ളാഹു കൊടുത്ത അമാനുഷികമായ ഒരു അത്ഭുത ദൃഷ്ടാന്തം ഖുർആനിനെ പോലെ. ഖുർആൻ എത്രമാത്രം അത്ഭുതകരമാണോ അതേപോലെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ. ഒന്ന്, വളുമും യദക ഇലാ ജനാഹിക തഖ്റുജു ബൈദാഅ മിൻ ഗൈരി സൂഇൻ. നിന്റെ കയ്യിനെ നീ കച്ചത്ത് വെക്കുക, എന്നിട്ട് നീ കൈയൊന്ന് പുറത്തേക്കെടുക്കുക. തഖ്റുജു ബൈദാഅ മിൻ ഗൈരി സൂഇ, യാതൊരു തകരാറുമില്ലാതെ അത് തിളങ്ങി പ്രകാശിക്കുന്നത് നിനക്ക് കാണാനാവും. പിന്നെയോ കയ്യിലുള്ള വടി ഒന്ന് നിലത്തേക്കിടുക, അത് പാമ്പായി വരുന്നതാണ്. സഹോദരങ്ങളെ, രണ്ടു ദൃഷ്ടാന്തങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. എന്താ സംഭവിച്ചു തരങ്ങള്? ഫിർഔനിന്റെ സാഹിറന്മാരായ ആളുകളുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് നേർക്ക് നേരെ ആ ദൃഷ്ടാന്തം അവരെ ബോധ്യപ്പെടുത്തുന്ന രംഗം ഖുർആനിൽ ഇങ്ങനെ വായിക്കുമ്പോൾ സഹോദരങ്ങളെ, ആ അമാനുഷിക ദൃഷ്ടാന്തത്തിന്റെ ശക്തി ശരിക്കും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു രംഗമാണ്. ആ ഖുർആനിന്റെ അമാനുഷികതയുടെ ശക്തി. അതായത് ആ ഒരു സന്ദർഭത്തിൽ എല്ലാ ഒരുക്കത്തോടും കൂടെ രാജ്യത്തിലെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു മത്സരക്കളത്തിൽ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണെന്ത്? അവരല്പം അഹങ്കാരത്തോടെയാണ് ആദ്യത്തെ ചോദ്യം, മൂസേ നീ ഇടണോ, ഞങ്ങൾ തുടങ്ങണോ, നീ തുടങ്ങണോ? മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് അനുവാദം കൊടുത്തു. ശരിക്കും അവരുടെ വടികളും അതേപോലെ തന്നെ കയറുകളും തുഖയ്യലു ഇലൈഹി അന്നഹു തസ്ആ, അതിങ്ങനെ ശരിക്കും എഴയുന്ന പോലെ മൂസാ നബി അലൈഹി സ്വലാം ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ സഹോദരങ്ങളെ, ചെറിയൊരു ഭയം മൂസാ നബി അലൈഹി സ്വലാമിന് ഉണ്ടാകാതിരുന്നിട്ടില്ല. അല്പം ഭയത്തോടുകൂടെ പിൻവാങ്ങിയപ്പോൾ അള്ളാഹുവാണ് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത്, പേടിക്കരുത് മൂസേ, പേടിക്കാൻ പാടില്ല. നിന്റെ വടി നീ നിലത്തിട്ടുകൊള്ളുക. നിന്റെ വടി നീ നിലത്തിട്ടാൽ അവരുടെ മുഴുവൻ വടികളെയും ആ കയറുകളെയും അത് തിന്നു തീർക്കുന്നതാണ്. സഹോദരങ്ങളെ, അത് സംഭവിച്ചു. അവർ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു.
സംഭവിച്ചപ്പോ എന്താ ഉണ്ടായത് അറിയോ? പിന്നെ നമ്മൾ കാണുന്നത് എന്താന്ന് വിചാരിച്ചാൽ, ആ മൂസാ നബിയോട് ഏറ്റുമുട്ടാൻ വന്ന സാഹിറന്മാർ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുകയാണ്. അത് വെറും വിശ്വാസമല്ല സഹോദരങ്ങളെ. അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും വിശുദ്ധ ഖുർആനിന്റെ ആത്മാവ് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വിശ്വാസവും അല്ലാത്ത വിശ്വാസവും തമ്മിൽ അത്ര വലിയ ശക്തമായ അന്തരമുണ്ട് എന്നാണ്. ഇവര് വിശ്വസിച്ച് കഴിയുന്ന ഉടനെ ഫിർഔൻ പ്രഖ്യാപിച്ചു, ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ് വലഉസല്ലിബന്നകും അജ്മഈൻ. നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. നിങ്ങളെങ്ങാനും മൂസയിൽ വിശ്വസിച്ചാൽ, ആമൻതും ഖബ്ല അൻ ആദന ലക്കും, ഞാൻ വിളിച്ചു വരുത്തി മത്സരക്കളത്തിൽ ഇറക്കിയിട്ട് മൂസയോട് ഏറ്റുമുട്ടുമ്പോൾ എന്നോടൊരു സമ്മതം പോലും ചോദിക്കാതെ വിശ്വസിച്ചു കളഞ്ഞോ നിങ്ങൾ? എന്നോടൊരു അനുവാദം പോലും ചോദിക്കാതെ നിങ്ങൾ വിശ്വസിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് ഫിർഔൻ പ്രഖ്യാപിക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് കേൾക്കാം. ഖുർആൻ നമുക്ക് വായിക്കാം. ലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്, ഞാൻ വിപരീതമായിക്കൊണ്ട് നിങ്ങളുടെ കൈകളെയും കാലുകളെയും ഞാൻ ഛേദിക്കുന്നതാണ്. വിപരീതമായിട്ട് അത് പറഞ്ഞാൽ അപ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന ആളാണ് അത് പറയുന്നത്. സഹോദരങ്ങളെ, അവിടെ മറുപടി എന്താ പറയുന്നത്? ബോധ്യപ്പെട്ടവൻ. നമുക്ക് പറ്റുന്നില്ല ആളുകൾക്ക്, വിശുദ്ധ ഖുർആനിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ ഒരു ചെറിയ പലിശയുടെ പണം പോലും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. വൈകാരികമായിട്ടുള്ള ഒരു വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരു തിന്മയ്ക്ക് മുന്നിൽ നിസ്സഹായമായി നിന്നിട്ട് ആളുകൾ ചോദിക്കുന്നു, എങ്ങനെയാണ്, ഞാൻ എത്ര വിചാരിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ലല്ലോ, ഞാൻ ചെയ്യേണ്ടാന്ന് എത്രയോ വട്ടം തീരുമാനിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നവർ വീണ്ടും വീണ്ടും നിസ്സഹായത പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാ നോക്ക് നിങ്ങൾ, അവിടെ സാധിക്കാണ് സാഹിറന്മാർക്ക്. എന്ത് സാധിക്കുന്നു? ഫിർഔനിന്റെ തിളങ്ങുന്ന വാളിന് മുമ്പിൽ യാതൊരു ഭയവുമില്ലാതവർ നിന്നു. എന്നിട്ട് പറഞ്ഞു, വിധിച്ചോ ഫിറൗനെ, കൈ മുറിക്കാനോ കാല് മുറിക്കാനോ എന്താ നിനക്ക് വിധിക്കാം, ഒരു പ്രശ്നമില്ല എന്നാണ്. ഞങ്ങൾ വളരെ ആത്മധൈര്യത്തോടെ മുന്നിൽ നിൽക്കുന്നതാണ്. പക്ഷെ അവർക്ക് ഒറ്റ ആശങ്കയുള്ളൂ. കാരണം എന്താ വെച്ചാൽ പരലോകം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. കാരണം ഈ വടി കയ്യിൽ പിടിച്ച ഈ അമാനുഷിക ദൃഷ്ടാന്തവുമായി വന്ന മൂസാ നബി അള്ളാഹുവിന്റെ ദൂതൻ തന്നെ. ആ മൂസാ നബിയിൽ ഞങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾക്ക് യാതൊരുവിധ സംശയ കാര്യത്തിലില്ലാണ്. ആ വിശ്വാസം പ്രഖ്യാപിക്കുക മാത്രമല്ല സഹോദരങ്ങളെ, അടുത്ത നിമിഷം ആ ക്രൂരനായ ഫറോവയുടെ ഒരു ഭീഷണികൾക്കും അവർ വഴങ്ങുന്നില്ല. എന്നിട്ട് അവർ അവസാനം പ്രകടിപ്പിക്കുന്ന ഒരു ആശങ്ക എന്താ പറയുക, ഞങ്ങളെങ്ങാനും മൂസാ നബിക്കെതിരെ മത്സരിക്കുവാൻ വേണ്ടി വന്ന ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ കൊല്ലപ്പെടുന്നത്, ഒരു പ്രവാചകനെതിരെ വന്ന ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ കൊല്ലപ്പെടുന്നത്. ഈ കാലം വരെയും ഞങ്ങൾ ഈ മാരണത്തിലും ഈ സിഹറിലുമായി കഴിച്ചുകൂട്ടി. ഇനി റബ്ബിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഒരിക്കലും മരണമില്ലാത്ത നരകത്തിൽ ഞങ്ങൾ ശാശ്വതമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഈ നിമിഷം ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളുടെ നാഥൻ ഞങ്ങൾക്ക് പുറത്തു തരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ ഈ ഉദാഹരണം പറഞ്ഞതിനാ നിങ്ങൾ, സാധാരണഗതിയിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിലെ വടി വെറും ഒരു വടിയല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ട പോലെ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ നൂറുകണക്കിന് അറബിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലുള്ള ഗ്രന്ഥം പോലെ ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. അത് അല്ലാഹു നൽകിയ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين تنزيل من رب العالمين. ലോകരക്ഷിതാവിൽ നിന്നും ഇറക്കിയ ഒരു ഗ്രന്ഥമാണ് എന്ന് ബോധ്യപ്പെടാം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഇറങ്ങിയ ഒരു ഗ്രന്ഥമാണ് എന്ന് ആ തിരിച്ചറിവോടുകൂടെ ഖുർആനിനെ കാണുക എന്നുള്ളതാണ് സഹോദരങ്ങളെ പ്രധാനം. അത് പറ്റിയ നമ്മൾ വിജയിച്ചു. അത് ഖുർആൻ പഠിക്കുന്നവർക്കേ സാധിക്കുള്ളൂ എന്നാ ഞാൻ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടിയുമായി മൂസാ നബി വരുമ്പോ അവിടുത്തെ മാജിക്കുകാര് സാഹിറന്മാർ എന്താണ് വിചാരിച്ചത് നിങ്ങള്? അതൊരു വടിയെന്നാണ്. അങ്ങനത്തെ എത്ര മേജിക്കുകൾ ഞങ്ങൾക്ക് അറിയാമെന്നാണ്. എന്നാൽ ആ വടി അതിന്റെ അമാനുഷികത അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ സഹോദരങ്ങൾ അവിടെ മനസ്സു മാറി.
ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ആളുകൾക്ക് ശരിയായ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ വിശ്വാസവും ഈ ബോധ്യതയും അവർക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അത് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമില്ല. എന്താ അറിയൂ, അസ്വസ്ഥരല്ലേ നമ്മൾ ആളുകളൊക്കെ സഹോദരങ്ങളെ? അസ്വസ്ഥരാണ്. ഏറ്റവും വലിയ അസ്വസ്ഥത ഏറ്റവും അധികം പണമുള്ള ആൾക്കാണ്. രോഗങ്ങളെ കൊണ്ട്, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കൊണ്ട് അസ്വസ്ഥരാണ്. ജീവിച്ച് ഏറെ നാളെ ജീവിച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത കുടുംബ പ്രശ്നങ്ങളെ കൊണ്ട് പ്രതിസന്ധിയിലാണ് ആളുകൾ. അപ്പൊ ശരിക്കും ആലോചിച്ചാൽ എന്താ, നിങ്ങള് മരിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാലേ നമ്മളൊക്കെ മാനസിക രോഗികളാണ്. കാരണം അതിനു മാത്രം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ജീവിതത്തിൽ തരണം ചെയ്യാനുണ്ട് സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും. എന്നാൽ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാകുന്ന നിമിഷം എന്താ സംഭവിക്കുക എന്നറിയങ്ങള്, 70 കൊല്ലത്തെ ദൈർഘ്യമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് 7000-ഉം 70,000-ഉം 70 കോടിയും ദൈർഘ്യമുള്ള ഒരു ജീവിത കാഴ്ചപ്പാടാ മനുഷ്യനുണ്ടാവുക. കാരണം മരിക്കണില്ലല്ലോ, മരിക്കണില്ല. മരണമില്ലാന്ന് അതിന്റെ അർത്ഥം. ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിരുന്ന മരണം ഉൾക്കൊണ്ടാൽ നാം നമ്മുടെ മനസ്സിൽ കാണുന്ന മരണത്തിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട് സഹോദരങ്ങൾ. മരണത്തെ സമാപനം എന്നല്ല വിശുദ്ധ ഖുർആൻ വിളിച്ചത്. കുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. കുൽ യതവഫാകും മലകുൽ മൗതില്ലദീ വുക്കില ബികും. നിങ്ങളുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളുടെ ആത്മാവിനെ പിടിക്കുമെന്ന് പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കൂ. ആത്മാവിനെ പിടിച്ച് ജീവിതത്തെ നിശ്ചലമാക്കുമെന്നോ ജീവിതത്തെ അവസാനിപ്പിക്കുമെന്നോ എന്നല്ല. ആയത്ത് തുടരുന്നു, സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. യാത്ര തുടരുകയാണ് സഹോദരങ്ങളെ, യാത്ര തുടരുകയാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന മരണം, ഫഇന്നഹു മുലാഖീകും, നിങ്ങളെ അത് കണ്ടുമുട്ടും, അത് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. തുമ്മ തുറദ്ദൂന, പിന്നെ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും, മടക്കി കൊണ്ടുപോകും. ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ മരണത്തോടുകൂടെ അവസാനിച്ച സഹോദരങ്ങളെ, ഒരു നീണ്ട തിരിച്ചുപോക്കിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ റബ്ബിങ്കലേക്ക് തെളിച്ചു കൊണ്ടുപോകും, കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ സഹോദരങ്ങളെ, ഖുർആന്റെ കാഴ്ചപ്പാടിൽ മരണം മനുഷ്യന്റെ ജീവിതത്തിന്റെ പുതിയൊരു തുടർച്ചയാണ്. മനസ്സിലായി? ഞാൻ എന്നും ഓർക്കുന്നുണ്ട് ഒരാളെ, മരിക്കുമെന്ന് ഉറപ്പായി കിടക്കുന്ന അയാൾ. അപ്രതീക്ഷിതമായി മരണം തന്റെ അടുക്കൽ വന്നപ്പോൾ അയാൾ കരഞ്ഞു. കരയില്ലാതെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതോ ഒരു പ്രതിസന്ധിയിൽ പെട്ടവൻ ദയനീയമായി കരയുന്ന പോലെ കരഞ്ഞു. അയൽവാസികൾ ഉറങ്ങാൻ പറ്റാത്ത വിധം അയാൾ കരഞ്ഞു. കരഞ്ഞ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്ഥിരമായ ഒരു ജോലിക്ക് മുന്നിൽ അയാൾ അതിനുവേണ്ടി അപ്പോയിന്റ്മെന്റ് കാത്തു കിടക്കുകയാണ്. തന്റെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കണ്ടിഷ്ടപ്പെട്ട് കല്യാണത്തിന്റെ ദിവസം കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് ലബോറട്ടറിയിലെ പരിശോധനയിൽ മരണത്തെ മുഖാമുഖം കാണുന്നത് ഉറപ്പാകുന്നത്. പ്രതീക്ഷയില്ലാതെ പെയിൻ കില്ലർ കൊടുത്ത് കിടത്തിയപ്പോൾ അവൻ കരയാണ്, ദയനീയമായി കരയാണ്. അപ്പൊ എന്താണ് അവന്റെ മനസ്സിൽ? ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചതെല്ലാം അവസാനിക്കുന്ന ഒരു മരണത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ എന്ന് ജീവിതത്തിന്റെ മുഴുവൻ ആശകൾക്കും ചിറക് വെച്ച് എല്ലാ അഭിലാഷങ്ങളെയും സാക്ഷാത്കരിക്കുന്ന ഒരു പുതിയ ലോകത്തേക്കാണ് മരണമെന്ന ദീർഘമായ ഉറക്ക് മനുഷ്യനെ എത്തിക്കുന്നതെന്ന് ഖുർആനത്തെ ആയത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ആ കണ്ണുകളിലും പ്രതീക്ഷ വന്നു. അതാ ഞാൻ പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് പോലും ഈ 70 കൊല്ലത്തെ ജീവിതത്തിൽ നിന്നും 70,000 കൊല്ലത്തെ ജീവിതത്തിലേക്ക് തുറക്കുകയാണ് സഹോദരങ്ങളെ ഖുർആൻ കണ്ണുകളെ. അതാണ് പറഞ്ഞത് പ്രതീക്ഷ എന്നാണ്. ശരിക്ക് ഖുർആൻ ആ പരലോക ജീവിതം ശരിക്കങ്ങട് ബോധ്യപ്പെടുന്ന സമയത്ത് മനുഷ്യരുണ്ടാകുന്ന ജീവിതത്തിന്റെ വീക്ഷണങ്ങളിൽ വരുന്ന വ്യത്യാസം എനിക്ക് വാക്കുകളെ കൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിപ്പിക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകളിലൊക്കെ ബോർഡിൽ ഇങ്ങനെ ഖുർആന്റെ ആയത്ത് എഴുതിയിട്ട് അതിന്റെ വാക്കുകളുടെ
അർത്ഥങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുന്ന ഒരു ശ്രോതാവിനെ കാണുമ്പോൾ, ഒരു പഠിതാവിനെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നിങ്ങൾ ലോകത്ത് ഇന്ന് കാണാവുന്ന ഏറ്റവും വലിയൊരു ആശ്ചര്യത്തിലേക്ക് അത്ഭുതം ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ആ അത്ഭുതങ്ങൾ ദർശിക്കുന്നവന്റെ കണ്ണുകളിൽ കാണാത്ത കൗതുകം ഖുർആൻ പഠിക്കുന്നവന്റെ കണ്ണുകളിൽ കാണാൻ പറ്റും. ഇത് വെറുതെ അതിശയോക്തി കലർത്തി പറയല്ല, യാഥാർത്ഥ്യമാണ്. കാരണം അത് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകും സഹോദരങ്ങളെ. ഇനി നിങ്ങൾ ഖുർആൻ ഇങ്ങനെ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൊണ്ട് നിങ്ങൾ ശരിക്കും പച്ചയായി മരണാനന്തര ജീവിതത്തെ സ്ഥാപിക്കുന്ന ഒട്ടനവധി ആയത്തുകൾ ആവർത്തിച്ച് ഖുർആനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. എവിടെ നോക്കിയാലും ആ സൂറത്ത് നൂഹ് വായിക്കുമ്പോൾ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖറ വഖദ് ഖലഖകും അത്വാറ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാക വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅലശ് ശംസ സിറാജ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച്, അല്ലാഹു സൃഷ്ടിച്ചതിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ച് അല്ലാഹു പറയുന്നു, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. അല്ലാഹുവിന് അർഹിക്കുന്ന ഗാംഭീര്യം, അർഹിക്കുന്ന ഗൗരവം നിങ്ങൾ നൽകിയില്ലല്ലോ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ. മാതാവിന്റെ ഗർഭപാത്രത്തിൽ അത്ഭുതങ്ങളായ ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങളെ അവൻ സൃഷ്ടിച്ചത്. സഹോദരങ്ങളെ, 9 മാസവും 10 ദിവസവും ഉള്ള ഗർഭപാത്രത്തിന്റെ ഘട്ടങ്ങൾ ഒന്നൊന്നിനോട് സാമ്യമില്ല. 4 ആഴ്ച പ്രായമായ ഒരു കുട്ടിയെ കണ്ട് അടുത്ത 8ാമത്തെ ആഴ്ചയിൽ കാണുന്ന ഗർഭപാത്രത്തിലെ കുഞ്ഞിന്റെ രൂപവും തമ്മിൽ ഒരു സാമ്യമല്ല. നേരത്തെ കണ്ടതാണോ ഇതായി മാറിയത് എന്ന് നമ്മൾ അത്ഭുതപ്പെടും. മനുഷ്യന്റെ രൂപം വരുന്നതിന് മുമ്പ് ഒരു മനുഷ്യ കുഞ്ഞിൻ്റെതാണ് എന്നും കൂടി പറയാൻ പറ്റില്ല. ഓരോ അത്ഭുതകരമായ ഘട്ടങ്ങളെ കണ്ടാൽ പരസ്പരം സാമ്യതയില്ലാത്ത പരിവർത്തനങ്ങളിലൂടെ ഒരു മനുഷ്യൻ 9 മാസം 10 ദിവസം കൊണ്ട് രൂപപ്പെട്ടു വരുമെങ്കിൽ പടച്ചോന്റെ സൃഷ്ടിക്കാനുള്ള കഴിവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയില്ല. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ. ഇനി നിങ്ങൾക്ക് അവന്റെ മഹത്വം, ഗർഭപാത്രത്തിലെ പരിണാമങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ. വഖലഖകും അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാക. കടലോരത്തിലുള്ള മണൽത്തരികളെക്കാളും എണ്ണം ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും ശൂന്യാകാശങ്ങളിൽ ബന്ധിപ്പിച്ച് താഴത്തു വീഴാതെ തൂണുകളില്ലാതെ താങ്ങി നിർത്തി 7 വാനങ്ങളെ പടുത്തുയർത്തിയവന്റെ കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. അവനു നിങ്ങൾ ഗാംഭീര്യം കൽപ്പിച്ചില്ല. അവന്റെ മഹത്വത്തെ നിങ്ങൾ ഉൾക്കൊണ്ടില്ല. വഖദ് ഖലഖകും അത്വാറ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാക വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅലശ് ശംസ സിറാജ. ആ തെളിഞ്ഞു കത്തി നിൽക്കുന്ന ചന്ദ്രനെ നോക്കൂ. നല്ല വിളക്കായി പ്രകാശിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കൂ. ആ സൂര്യനെയും ചന്ദ്രനെയും കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മഹത്വങ്ങളെ കുറിച്ച്. വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅലശ് ശംസ സിറാജ വല്ലാഹു അംബതകും മിനൽ അർളി നബാത വല്ലാഹു അംബതകും മിനൽ അർളി നബാത. അത് പറയാനാ ഞാൻ അത്രയും ഓതിയത്. സഹോദരങ്ങളെ, പരലോകം മനസ്സിലാകാൻ ആയത്ത് പോരെ. വീട്ടില് പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ കുറച്ച് പച്ചക്കറിന്റെ വിത്തുകൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു. എന്റെ വീട്ടിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് കൊടുന്നതാണ്. ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ കുറച്ച് പച്ചക്കറി വിത്തുകൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു വിചാരിച്ചാല് അത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ജനലിന്റെ ഒരു തരിപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കാൻ. അപ്പൊ എങ്ങനെയോ അതിന്റെ ആ പ്ലാസ്റ്റിക്കിന്റെ കവറ് പൊട്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് വെള്ളമായി. ആ വെള്ളം ഉള്ളിലേക്ക് കയറിയ കവറിൽ മാത്രം ആ വിത്തുകൾക്ക് വേര് വന്ന് മുളക്കാൻ തുടങ്ങിയിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, നിങ്ങൾ എന്നോ പറിച്ചു വെച്ച ഒരു പച്ചക്കറിയുടെ വിത്തുകൾ ചെറിയൊരു വെള്ളത്തിന്റെ നനവ് വന്നപ്പോഴേക്കും അതിന് ജീവൻ വരികയാണ്, വേരുകൾ വരികയാണ്.
അതിൻ്റെ ആ ബലിഷ്ഠങ്ങളായ കവറുകൾ ഭേദിച്ച് മുള പുറത്തേക്ക് വരികയാണ്. നോക്ക് നിങ്ങൾ, അത് നേർക്ക് നേരെ പറഞ്ഞിട്ടാണ് അള്ളാഹു ദ്രവിച്ചു കിടക്കുന്ന മണ്ണിൽ നിന്ന് മനുഷ്യൻ തിരിച്ചു വരുന്നതിനെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. വല്ലാഹു അംബതക്കും മിനൽ അർളി നബാതാ, അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ മുളപ്പിച്ചു സസ്യങ്ങളായി. ഒരു ചെടി മുളക്കുന്ന പോലെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ് അള്ളാഹു പറയുന്നത്. സഹോദരങ്ങളെ, വിശ്വസിച്ചു. ഇമാം ബുഖാരിന്റെ ഹദീസിലുള്ള എന്താ വെച്ചാൽ, പ്രവാചകന്മാര് വഫാത്തായി കഴിഞ്ഞാൽ അവിടെ ദേഹങ്ങൾ മണ്ണിൽ അങ്ങനെ കിടക്കുന്നതാണ്. എന്നാൽ ബാക്കിയുള്ള മനുഷ്യന്മാര് മരിച്ചാൽ തലയോട്ടിയടക്കം മണ്ണായി മാറും. എന്നിട്ട് നട്ടെല്ലിന്റെ അഗ്രഭാഗത്തുള്ള അളുമുദ്ദന, ഒരു ചെറിയ ഒരു അസ്ഥിയുടെ ചെറിയൊരു കഷ്ണം മാത്രം ഭൂമിയിൽ ദ്രവിക്കാതെ നശിക്കാതെ കിടക്കും. ഏത് ശക്തമായ തീയിൽ മൃതദേഹങ്ങൾ കരിഞ്ഞാലും ആ ഒരു ഭാഗം അങ്ങനെ കിടക്കുത്തേ. ഇമാം ബുഖാരിന്റെ ഹദീസാണ്, കിതാബുൽ അംബിയായിലുണ്ട്. എന്നിട്ട് ആ ഒരു ചെറിയ കഷ്ണത്തിൽ നിന്ന് ഫീഹി യുറക്കബുന്നാസ്, ജനങ്ങളെ രണ്ടാമത് പുനഃസംഘടിപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ ഈ ലോകത്ത് എത്ര ആളുകൾ ജീവിച്ച് മരിച്ചു പോയോ സഹോദരങ്ങളെ, അവരെ കരിച്ച് പുഴയിൽ ഒഴുക്കിയാലും കടലിൽ വിതറിയാലും ഏത് ഘോര വനങ്ങളിൽ അടക്കം ചെയ്താലും അവർ വരും ഒരു നാൾ. എങ്ങനെ? യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ കഅന്നഹും ഇലാ നുസ്ബിൻ യുഫിദൂൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലാ ദാലികൽ യൗമുൽ ലദീ കാനൂ യുഅദൂൻ. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ, പഴകി ദ്രവിച്ച കുഴിമാടങ്ങളിൽ നിന്ന് അവർ പുറത്തേക്ക് എഴുന്നേറ്റ് വരും. സിറാഅൻ, ധൃതിപ്പെട്ടവരായും കൊണ്ട്. കഅന്നഹും ഇലാ നുസ്ബിൻ യുഫിദൂൻ, നാട്ടിവെക്കപ്പെട്ട ഒരു നാട്ടയിലേക്ക് ഓടുന്നവരെ പോലെ അവർ സെമിത്തേരികളിൽ നിന്ന്, ഖബർസ്ഥാനുകളിൽ നിന്ന്, ചുടലക്കളങ്ങളിൽ നിന്ന് അവർ എഴുന്നേറ്റ് ഓടിക്കൊണ്ടിരിക്കും. കഅന്നഹും ഇലാ നുസ്ബിൻ യുഫിദൂൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലാ ദാലികൽ യൗമുൽ ലദീ കാനൂ യുഅദൂൻ. പേടിച്ച് കണ്ണുകൾ താഴ്മ കാണിക്കുന്നവരായിക്കൊണ്ട്, അപമാനം ആവരണം ചെയ്തവരായിക്കൊണ്ട് ആ നാളിന്റെ ഭയവിഹ്വലതകളിൽ അവരോടിക്കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, എത്ര കൃത്യ ഖുർആൻ പറയണത്. വിശുദ്ധ ഖുർആൻ അത് കേവലം ഒരു ഗ്രന്ഥമല്ല, അത് അള്ളാഹുവിന്റെ അമാനുഷികമായ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ സഹോദരങ്ങളെ, ആ ബോധ്യത മനുഷ്യനെ പരിവർത്തിക്കുന്നതാണ്. ആ ബോധ്യതയിൽ നിന്ന് തന്നെയാണ് ഒരു വിശ്വാസി ജീവിതം ആരംഭിക്കേണ്ടത്. സാധാരണ രക്ഷിതാക്കന്മാർ പറയേണ്ടത് നിസ്കരിക്കണില്ല. ഞാൻ എത്ര ഇടങ്ങേറായിട്ട് അവനെ പരിശീലിപ്പിച്ചതാണ്. 7-ാമത്തെ വയസ്സ് മുതൽ സുബഹിക്ക് ഞാൻ അവനെ വിളിക്കുന്നുണ്ട്, പള്ളിക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഒരു അവസരം കിട്ടിയ അവൻ നമസ്കാരം ഒഴിവാക്കുന്ന. സഹോദരങ്ങൾ, നിങ്ങൾക്ക് കേൾക്കണോ, 25 കൊല്ലം കൂടെ നടന്ന് പരിശീലിപ്പിച്ചാലും ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല. അയാൾക്കാൻ ബോധ്യപ്പെടും നിസ്കാരത്തിന്റെ ആവശ്യകതയും ഇതിനൊരു പ്രതിഫലമുള്ള ഒരു ലോകത്തെക്കുറിച്ചും അവന്റെ മനസ്സിൽ ബോധ്യപ്പെടാതെ ഒരാൾ എങ്ങനെ നിസ്കരിക്കും? ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റൂല. ഇസ്ലാമിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല. ഒരു പക്ഷെ നാട്ടുകാരെ ബോധിപ്പിക്കാനോ മാതാപിതാക്കളെ അനുസരിക്കാനോ ചിലപ്പോൾ ചെയ്തു എന്ന് വരാം. പക്ഷെ അത് ആത്മാർത്ഥമായി ചെയ്യാൻ അവർക്ക് മാത്രമേ പറ്റൂ. കാരണം ഇതൊക്കെ ഒന്നിച്ച ഖുർആൻ പറഞ്ഞത്. വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. നമസ്കരിക്കുന്നവരാണ്, നമസ്കാരത്തിൽ സൂക്ഷ്മത കാണിക്കും, നമസ്കാരത്തിൽ അവർ ഗുഹ്യസ്ഥാനങ്ങളെ അവർ സൂക്ഷിക്കും, ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കും. ആ കൂട്ടത്തിൽ തന്നെയാണ് അള്ളാഹു പറഞ്ഞത് വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ. തങ്ങളുടെ രക്ഷിതാവിന്റെ ശിക്ഷയെ അവർ ഭയപ്പെടുന്നു എന്നാണ്. അവിടെ രക്ഷിതാവിന്റെ ശിക്ഷ ഒരിക്കലും നിർഭയത്വം പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണെന്നാണ്. അത് ബോധ്യപ്പെടുമ്പോഴേ ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ഏറ്റവും വലിയ കാര്യം വിശുദ്ധ ഖുർആൻ പഠിച്ച് ബോധ്യപ്പെടുക എന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ അനിവാര്യമായ ഒരു ഘട്ടമാണ്. പക്ഷേ ഒരു ചെറിയ ആലോചനകൾ നടത്തി നോക്കി, നമുക്ക് പറ്റുമോ? അതിന് ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പറ്റൂ? ഈ ശബ്ദം കേൾക്കുന്ന നമുക്ക് വിശുദ്ധ ഖുർആൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ
അത്ഭുതപ്പെടുത്തിയ ഒരു വാചകം തൊട്ട് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞാൽ, ഒരു ഖുർആന്റെ പരിഭാഷ തന്നാൽ ഇന്ന അധ്യായത്തിലെ ഇന്ന ആയത്താണ് എന്റെ ജീവിതത്തിന്റെ പരിവർത്തന ഹേതു എന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ ഒരു നമ്പർ ഉണ്ടോ സഹോദരങ്ങളെ മനസ്സിൽ ഓർമ്മ വെക്കാൻ? പോട്ടെ, നമ്പർ ഓർമ്മ വേണ്ട, ഒരാശയുണ്ടോ? ഞാൻ അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഒരു പരിവർത്തനം സാധ്യമാകൂ. അതാണ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ കഴിവ്. സഹോദരങ്ങൾ, അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏതൊരു മാനസിക പ്രതിസന്ധി അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമാണ് ഖുർആൻ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ പറയാം, എന്ത് പ്രയാസമുള്ളവനും വിശുദ്ധ ഖുർആൻ അഗാധമായി അറിവുള്ള ഒരു പണ്ഡിതന്റെ മുമ്പിലെത്തിയാൽ അയാളെ പ്രശ്നത്തിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ അയാൾക്ക് പറ്റും, സംശയം വേണ്ട. ഇന്ന അലൈനാൽ ഹുദാ വ ഇന്ന ലനാൽ ആഖിറത വൽ ഊലാ. ഇന്ന അലൈനാൽ ഹുദാ, മാർഗം കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത എന്റെ മേൽ ബാധ്യതയുള്ളതാണ്. ഇന്ന അലൈനാൽ ഹുദാ വ ഇന്ന ലനാൽ ആഖിറത വൽ ഊലാ. ഇഹലോകവും പരലോകവും എനിക്കുള്ളതാണ്. ഇഹലോകവും പരലോകവും എനിക്കുള്ളതാണ്. ഇഹലോകത്തെ പ്രതിസന്ധികൾക്ക് പരിഹാരം മനുഷ്യ നിന്റെ ഈ മാർഗദർശനത്തിലുണ്ട്, ഖുർആനിലുണ്ട്. നാളെ പരലോകത്ത് നിന്നെ ബാധിക്കാനിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരവും ഈ ഖുർആനിലുണ്ട്. അത് നിനക്ക് പറഞ്ഞു തരേണ്ട കടമയും ബാധ്യതയും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഖുർആനാ വേണത് സഹോദരങ്ങളെ, ഖുർആനാ വേണത്. ലോകത്ത് മനുഷ്യൻ ആദ്യം ഉണ്ടായ പ്രതിസന്ധി അറിയുങ്ങൾ, ലോകത്തെ ഒന്നാമത്തെ മനുഷ്യന്റെ ആദ്യത്തെ പ്രതിസന്ധി എന്താ നിങ്ങൾ പരിശോധിച്ച് നോക്കി നിങ്ങൾ. അതന്നെയാണ് ലോകത്ത് എല്ലാവരുടെയും പ്രധാന പ്രതിസന്ധി. എന്താ പ്രതിസന്ധി? ഭക്ഷണം കിട്ടാത്ത പ്രതിസന്ധിയാ സഹോദരങ്ങളെ, ഉറങ്ങാൻ ഇടമില്ലാത്ത പ്രതിസന്ധി അല്ല, പാപത്തിന്റെ പ്രതിസന്ധി. അതാണ് ലോകത്തെ ഒന്നാമത്തെ മനുഷ്യന്റെ പ്രതിസന്ധി. എനിക്കും നിങ്ങൾക്കും എന്താണ് പ്രയാസങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, പെൺകുട്ടിക്ക് പ്രായമായി നിൽക്കുകയാണ്, നല്ലൊരു കല്യാണം വരുന്നില്ല, കുറച്ച് പൈസ കടം വാങ്ങിയെന്ന് വീടിന്റെ പണിക്ക് വീട്ടാൻ പറ്റിയിട്ടില്ല, ചെറിയൊരു അസുഖം എന്താണെന്ന് ഇതുവരെ നിർണയിച്ചിട്ടില്ല, എന്ത് മാരകമായ അസുഖമാണെന്ന് അറിയില്ല. ഇതൊക്കെയാണോ സഹോദരങ്ങളെ പ്രതിസന്ധികൾ? എന്നാൽ സത്യത്തിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന, മനസ്സിനെ തളർത്തുന്ന, മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ അത് ആദം നബി അലൈഹിസ്സലാം ഉണ്ടായ പ്രതിസന്ധി, സ്വർഗത്തുനിന്ന് പുറത്തായ പ്രതിസന്ധി. നിങ്ങൾക്കറിയാം, അള്ളാഹുവിന്റെ ഒരു കൽപ്പന ലംഘിച്ച പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ കുറിച്ച് പറയുമ്പോൾ സൂറത്ത് ത്വാഹയിൽ അള്ളാഹു പറയുന്നു, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. വമൻ അഅറള അൻ ദിക്രി, എന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന്, എന്റെ ഉപദേശങ്ങളിൽ നിന്ന്, എന്റെ ഓർമ്മപ്പെടുത്തലുകളെ മനഃപൂർവ്വമാരവഗണിച്ചോ, എന്റെ നന്മയുടെ നിർദ്ദേശങ്ങളെ ആരു തിരസ്കരിച്ചോ, എന്റെ മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് ആര് പുറംതിരിഞ്ഞു കളഞ്ഞോ, ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, അവന് കുടുസായ ഒരു ജീവിതമുണ്ടായിരിക്കും. അവന്റെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കും. അവന്റെ മരണാനന്തര ജീവിതവും പ്രതിസന്ധിയിലായിരിക്കും. ഈ നന്മകളുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് നേരെ കണ്ണു ചിമ്മിയവൻ നാളെ കാഴ്ചയില്ലാത്തവനായി പരലോകത്ത് തിരിച്ചു വരികയും ചെയ്യും. സഹോദരങ്ങളെ, വളരെ ലളിതല്ലേ ഈ ആശയം? ഞാൻ പറഞ്ഞു, ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ അന്യൂനവും അത് നമ്മുടെ ജീവിത വിജയത്തിന്റെ അനിവാര്യമായ ഉപദേശ നിർദ്ദേശങ്ങളാണെന്ന് മനസ്സിലാക്കി ഒരു നല്ല തിരുത്ത് ജീവിതത്തിന് വരുത്തിയാൽ ഇവിടെ സമാധാനത്തോടെ സുഗമമായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുള്ള ഉറപ്പാണ് പടച്ചോൻ നമുക്ക് തരുന്നത്. സഹോദരങ്ങളെ, ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ സമയമാണിത്. പക്ഷേ ആ രൂപത്തിലുള്ള ഒരു പരിവർത്തനത്തിന് ഇസ്ലാം, വിശുദ്ധ ഖുർആൻ നമുക്ക് നിർദ്ദേശിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വാസം തന്നെയാണ് സഹോദരങ്ങളെ. വിശ്വാസം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി വഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ആമനർ റസൂലു, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു, വൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളും, കുല്ലുൻ ആമന ബില്ലാഹി, അല്ലാഹുവിൽ അവരെല്ലാവരും വിശ്വസിച്ചു,
അവന്റെ മലക്കുകളിൽ വിശ്വസിച്ചു, അവന്റെ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചു, അവന്റെ പ്രവാചകന്മാരിൽ വിവേചനങ്ങളില്ലാതെ അവർ വിശ്വസിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, വഖാലൂ സമിഅനാ, ഞങ്ങൾ കേട്ടു, വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് പൊറുത്തു തരണേ നാഥ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ എന്നവർ പ്രഖ്യാപിച്ചു. സഹോദരങ്ങളെ, വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം. ഈമാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? നിങ്ങൾ നിർഭയത്വം എന്നാണ്. അമ്ന്, അമ്ന്. സെക്യൂരിറ്റിക്കാരെ കുപ്പായത്തും എഴുതിയിട്ടുണ്ടാവും അമ്ന്, അമ്ന് എന്നാ എഴുതുക. ഇതാ അമ്ന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്നാണ്. ഒരാൾ വിശ്വാസിയായ പിന്നെ അവന് നിർഭയനായി, ഒന്നിനെ കുറിച്ചും പിന്നെ ഭയമല്ല സഹോദരങ്ങളെ. അതെന്തേ? ഒരു വിശ്വാസിയായ ഒരാൾക്ക് പിന്നെ പേടില്ല എന്നാണ് ജീവിതത്തിൽ. അവൻ നിർഭയനാണ്. കാരണം അവൻ എന്ത് പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരാളെ അവൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താ പേടി? ഏത് അപകടങ്ങളെയും, ഏത് പ്രതിസന്ധികളെയും, ഏത് ദുരന്തങ്ങളെയും അവൻ ആശങ്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവന് കാവൽ തരാൻ പറ്റുന്ന ഒരുത്തനെ അവൻ സ്വീകരിച്ചു. പിന്നെന്താ പേടി? പക്ഷേ ആ അള്ളാഹുവിനെ ഖുർആനിൽ നിന്നും മനസ്സിലാകാത്തവന് ആ നിർഭയത്വം ഉണ്ടാവുമോ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ കഴിവുകളും ശക്തികളും മഹത്വങ്ങളും നാമഗുണ വിശേഷണങ്ങളും ഹൃദയമറിഞ്ഞ് ഖുർആൻ എന്ന് പഠിക്കാത്തവന് പേടിനികരം. രാത്രി ഉറങ്ങുന്ന സമയത്ത് വാതിൽ നല്ല ഫലവത്താണെന്നതാണോ സഹോദരങ്ങളെ ഉറങ്ങാനുള്ള ധൈര്യം? മുറ്റത്തൊരു നായയുണ്ടെന്നതാണോ ഉറങ്ങാനുള്ള ധൈര്യം? വീട്ടിനുള്ളിൽ മല്ലന്മാരായ 4-5 ആൺമക്കളുണ്ടെന്നതാണോ ധൈര്യം? 4000 രൂപ ശമ്പളം കൊടുത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് ഇരിക്കുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട് ഗേറ്റിന്റെ അടുത്തുനിന്നാണ് ധൈര്യം? ആ ധൈര്യത്തിനൊക്കെ സഹോദരങ്ങളെ ഒരു മറുവശമുണ്ട്. അതിനെയൊക്കെ പരാജയപ്പെടുത്തി, അതിനെയൊക്കെ തോൽപ്പിച്ച് നാം കിടക്കുന്ന കട്ടിലിലും നാം പണം സൂക്ഷിച്ച അലമാരയിലും എത്താൻ പലർക്കും കഴിഞ്ഞെന്ന അറിവ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടല്ലോ. നായയുള്ള വീട്ടിൽ, ശക്തമായ വാതിലുള്ള വീട്ടിൽ, മതിൽക്കെട്ടുകളുടെ വീട്ടിൽ അല്ലേ കയറി ഉള്ളിലെത്തി നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ സഹോദരങ്ങളെ, അതിജീവിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്. അതെന്താ? ആ ഉറങ്ങാൻ സമയത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പോയി കിടക്കുന്നത്. ആ കിടക്കണ സമയത്ത് നാം പറയുന്ന വാക്കുകളൊന്ന് ഉരുവിട്ട് നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, നാഥ ഞാൻ എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്, എല്ലാ സുരക്ഷിതത്വത്തിന്റെ മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, എല്ലാ ബന്ധങ്ങളും വിട്ടുറങ്ങാൻ കിടക്കുന്ന ഞാൻ എന്നെ നിനക്കു സമർപ്പിക്കുകയാണ്, എന്നെ ഞാൻ നിനക്കു തരുകയാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. മരണതുല്യമായ ഉറക്കത്തിൽ ഒന്നും ശ്രദ്ധിക്കുവാനും ഒന്നും പാലിക്കുവാനും ഒന്നും നിയന്ത്രിക്കുവാനും പറ്റാതെ ശവമായി കിടക്കുന്ന ഞാൻ എന്റെ മുഴുവൻ കാര്യങ്ങളെയും നിന്നെ ഏൽപ്പിക്കുകയാണ്. വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ലഹ്രി ഇലൈക. എന്റെ മുതുകുഭാഗത്തെ, എന്റെ പാർശ്വങ്ങളെ ഞാനിതാ നിന്റെ സംരക്ഷണത്തെ തേടി നിന്റെ മുമ്പിൽ കൊടുന്ന് സമർപ്പിച്ചിരിക്കുന്നു. ഇനിയുള്ള വാക്ക് ശ്രദ്ധിച്ചോ സഹോദരാ. ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. നാഥാ, നിന്നിൽ നിന്നല്ലാതെ, നിന്നിലേക്കല്ലാതെ രക്ഷാസങ്കേതമില്ല, അഭയസ്ഥാനമില്ല. നീയല്ലാതൊരു അഭയസങ്കേതമില്ല എനിക്ക്, നിന്നിൽ നിന്നല്ലാതൊരു രക്ഷയും വരികയില്ല എനിക്ക്. അത് പറഞ്ഞോണ്ട് എന്താ പേടിക്കാൻ സഹോദരങ്ങളെ? ഞാൻ സൂറത്തും കൂടി, സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തും കൂടി ഓതിയാൽ മതി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല. എനിക്കെന്റെ നിസ്സഹായതകളിൽ വിളിക്കാൻ, എനിക്കെന്റെ നേർച്ചകളെ സമർപ്പിക്കാൻ, എനിക്കു സത്യം ചെയ്യാൻ, എനിക്ക് ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് വിളിച്ചു തേടാൻ, എനിക്കു കാവൽ നിൽക്കാൻ, എനിക്ക് അഭയം തരാൻ അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അൽ ഖയ്യൂം, ഭൂമിയെ മാത്രമല്ല, ജീവനെ മാത്രമല്ല, കടലിനെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തവനാണവൻ. അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ലാ തഖുദുഹു സിനത്തും വലാ നൗം. മറ്റു സംരക്ഷകന്മാരുടെ ഒരു ദുർബലതകളും അവനില്ല. അവൻ ഉറങ്ങാത്തവനാണ്, അവൻ മയങ്ങാത്തവനാണ്,
അവൻ മരിക്കാത്തവനാണ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഈ പ്രപഞ്ചത്തിന്റെ അധികാരം മുഴുവൻ അവന്റെ അടുക്കലാണ്. അവന്റെ അറിവുകളിൽ നിന്നും ആരുമൊന്നും ചോർത്തിയെടുക്കുകയില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവനും കാത്തു സംരക്ഷിക്കാൻ അവനൊരു പ്രയാസവുമില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. അവൻ ഉന്നതനും മഹാനുമാണ്. സഹോദരങ്ങളെ, പേടില്ല എന്നേ പറഞ്ഞത്. ഒരു മുഅ്മിനിന് പേടില്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്തവൻ എന്നാണ് അർത്ഥം. മുഅ്മിൻ നിർഭയൻ. അത് എവിടുന്ന കിട്ടുക സഹോദരങ്ങളെ? ഖുർആൻ എന്ന് അള്ളാനെ മനസ്സിലാക്കണം. ഖുർആൻ എന്ന് അള്ളാനെ മനസ്സിലാക്കണം. ലോകത്ത് ജനിച്ചു മരിച്ചുപോയ പല മഹാത്മാക്കളെ കുറിച്ചുമുള്ള മഹത്വങ്ങൾ ആളുകൾ ചരിത്രങ്ങളുടെ വായിച്ച് നിർവൃതി കൊള്ളാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹത്വങ്ങളെ കുറിച്ച് അറിയുന്നവൻ രോഗത്തെക്കുറിച്ച് നിർഭയനാവും. ഒരു രോഗങ്ങളെ പേടിണ്ടാവില്ല, രോഗത്തെ പേടിണ്ടാവില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ. എന്താ പേടില്ലാത്തത്? എന്താ പേടില്ലാത്തത്? എനിക്ക് രോഗം വന്നാൽ അവൻ സുഖപ്പെടുത്തും. അല്ലാഹുവേ സുഖപ്പെടുത്തണേ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ. ലാ ശിഫാ, ഒരു മരുന്നുമില്ല.